ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് നമുക്ക് ആവശ്യം സൗന്ദര്യമാണോ അതോ വിവേകമാണോ? ദൈവമക്കൾ വിലമതിക്കേണ്ടത് സൗന്ദര്യത്തെയോ അതോ വിവേകത്തെയോ? കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ ഈ ഒരു വിഷയം പഠിപ്പിക്കുന്നുണ്ട്. ഈ സംഭവം ഞാൻ ഓർക്കാം. ഒരു സ്ത്രീ പറഞ്ഞത്, എൻ്റെ തന്നെ സഹോദരങ്ങളിൽ ഒരാൾ ഞങ്ങളുടെ തകർച്ച ആഗ്രഹിച്ച് എന്തോ ചെയ്ത് എന്നുള്ള ഒരു ചിന്ത, അങ്ങനെ ചില സൂചനകൾ അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചെയ്തത്, ധാരാ ചെയ്ത് സഹോദരങ്ങളിൽ ആരാണ് ചെയ്തത്, അതിനെന്താ പ്രതിവിധി എന്നറിയാൻ വേണ്ടി ഞാൻ പോയി. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കണ്ടുപിടിച്ച് പറയുന്ന വ്യക്തികളുടെ അടുത്ത് ഞാൻ പോയി. അത് ഞാൻ കാണിച്ച ശുദ്ധ മണ്ടത്തരമാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ഇവർ ശരിക്കും വിവേകമുള്ളവരായിരുന്നെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകുമായിരുന്നോ? ഒരിക്കലുമില്ല. ആ വിവേകം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഈ സാഹചര്യത്തിൽ ഒന്നുകിൽ ആരെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ, പ്രേരിപ്പിച്ചതിൻ്റെ പേരിൽ, അവരുടെ മനസ്സിലൊരു തോന്നൽ വന്നതിൻ്റെ പേരിൽ ഇതുപോലൊരു കാര്യത്തിന് അവർ തയ്യാറായത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സൗന്ദര്യമൊന്നുമല്ല. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളൊക്കെ ഒരുപാട് വിലപ്പെട്ടതാണ് വിവേകം. ആരോഗ്യത്തെക്കാൾ സമ്പത്തിനേക്കാളൊക്കെ നമുക്ക് വിലപ്പെട്ടതാണ് വിവേകം. ആ വിവേകമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മൾ മുഖാന്തരം മറ്റുള്ളവർക്കുണ്ടാകാവുന്ന നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ വചന വെളിച്ചത്തിൽ മനസ്സിലാക്കിയിരിക്കണം. വിവേകമുള്ളവർ അവർ ചെയ്യുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വചന വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം, മരിക്കേണ്ടി വന്നാൽ പോലും അവർ സത്യം വെടിയത്തില്ല. അതേ വിവേകമുള്ളവരാണ് ആ രീതിയിൽ ചിന്തിച്ച് അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോവുക. പ്രഭാഷകൻ 4:28 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, മരിക്കേണ്ടി വന്നാൽ പോലും സത്യം വെടിയരുത്. എങ്കിൽ അങ്ങനെയുള്ളവർക്ക് ദൈവമായ കർത്താവ് അവർക്ക് വേണ്ടി പൊരുതും. ഇനി നമ്മൾ ബുദ്ധിമോശം കാണിച്ച് ദൈവത്തെ നഷ്ടപ്പെടുത്തിയിട്ടാണോ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്? രണ്ടാമത്തെ കാര്യം, മരിക്കേണ്ടി വന്നാൽ പോലും വിശ്വാസം വെടിയരുത്. 2 മക്കബായർ 6, 7 അധ്യായങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഏലിയാസറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വിധവയും 7 മക്കളും, അവരൊക്കെ മരിക്കേണ്ടി വന്നിട്ടും വിശ്വാസം വെടിയാൻ അവർ തയ്യാറായില്ല. കാരണം വിവേകം ഉണ്ടായിരുന്നു. ഈ ലോക ജീവിതത്തെക്കാൾ വിലപ്പെട്ടതാണ് മരണാനന്തര ജീവിതം എന്നുള്ള ആ ഒരു തിരിച്ചറിവും വിവേകവും അവർക്കുണ്ടായിരുന്നു. മൂന്നാമത്തെ കാര്യം, മരിക്കേണ്ടി വന്നാലും പ്രലോഭനത്തിന് നമ്മൾ വഴങ്ങരുത്. പ്രലോഭനങ്ങളുണ്ടാകും, സർവ്വസാധാരണമാണ്. കർത്താവിൻ്റെ വചനം തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രലോഭനത്തിന് വഴങ്ങാനും പറ്റും, പ്രലോഭനത്തെ അതിജീവിക്കാനും പറ്റും. നിങ്ങൾ ദൈവമക്കളായതുകൊണ്ട് മരിക്കേണ്ടി വന്നാൽ പോലും പ്രലോഭനത്തിന് വഴങ്ങരുത്. മരിയ വരെത്തി 12 വയസ്സോട് അടുക്കുന്നേ ഉള്ളൂ. ആ സമയത്ത് ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ അവൾ ആ പ്രലോഭനത്തിന് വഴങ്ങിയില്ല. മരണം ഏറ്റെടുക്കാനാണ് അവൾ തയ്യാറായത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇന്നും വിശുദ്ധരുടെ ആ ഒരു ഗണത്തിൽപ്പെട്ട് വലിയ ഒരു പദവി അലങ്കരിക്കുന്ന ഒരു വ്യക്തിയാണ് 12 വയസ്സ് പോലും ഈ ഭൂമിയിൽ ജീവിക്കാതിരുന്ന മരിയ വരെത്തി. രണ്ടാമതാണ് നമ്മൾ ചിന്തിക്കുന്നത്, സൗന്ദര്യത്തിന് ഒരു പോസിറ്റീവ് സൈഡ് ഉള്ളതുപോലെ തന്നെ നെഗറ്റീവ് സൈഡുണ്ട്. ഒരുപാട് നമ്മൾ ഈ സൗന്ദര്യം കൊതിച്ചാൽ, സൗന്ദര്യവർദ്ധനയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിച്ചാൽ അതിനൊരു മറുവശം ഉണ്ട് എന്നുള്ളത് വിസ്മരിക്കരുത്. ഇത് വചനം നമ്മെ പഠിപ്പിക്കുന്ന. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും ചില സിനിമാ നടികൾ ഒരു കാലത്ത് അതീവ സുന്ദരിയായിരുന്നവർ, ഇന്ന് അവരുടെ അവസ്ഥ ദയനീയമായ അവസ്ഥ. കണ്ടാൽ കാണുന്നവർക്കൂടെ സങ്കടം വരും. അവിടെ പോയി ആ സൗന്ദര്യമല്ല. ഇന്നുള്ള സൗന്ദര്യം നാളെ ഉണ്ടാകുമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി യൂതിത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 9 മുതൽ വായിച്ചാൽ, യൂതിത്ത് 16-9 മുതൽ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. യൂതിത്തിൻ്റെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയ ഹോളോഫർണസ്. പിന്നീട് എന്താ സംഭവിച്ചത്? അവൻ്റെ ശിരസിൽ നിന്നും തല വെട്ടിമാറ്റി. ആ തല വെട്ടിയെടുത്ത് അതുമായിട്ട് പോകുന്ന യൂതിത്തിനെ കാണാൻ പറ്റും. സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയാൽ ഇതുപോലത്തെ പല നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. സുഭാഷിതങ്ങൾ 6:25 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, സൗന്ദര്യത്തിൽ മതിമറന്നാൽ നീ അവസാനം കുടുങ്ങും. ചില സുന്ദരികൾ അവരുടെ കെണിയിൽപ്പെട്ട് കുടുങ്ങിപ്പോയ പല വ്യക്തിത്വങ്ങളെയും നമുക്ക് കണ്ടെത്താൻ പറ്റും. പ്രഭാഷകൻ 9:8 വചനം കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീ സൗന്ദര്യം അനേകരെ വഞ്ചിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സൗന്ദര്യത്തിനൊരു മറുവശമുണ്ട്, അത് മറക്കരുത് എന്ന്. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് വിവേകത്തിൻ്റെ സൽഫലങ്ങൾ. സൗന്ദര്യത്തെക്കാൾ, സമ്പത്തിനേക്കാളെല്ലാം, വിദ്യാഭ്യാസത്തെക്കാളെല്ലാം നമുക്ക് പ്രധാനപ്പെട്ട ഒന്നാണ് വിവേകം. അതിൻ്റെ സൽഫലങ്ങളെക്കുറിച്ച് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എഫേസ്യസ് 5:15 നമ്മൾ കാണുന്നത് എന്താ? അവിവേകികളെപ്പോലെ ആകാതെ വിവേകികളാകുക. ദൈവം നമുക്ക് ഒരു ഇൻവിറ്റേഷൻ, ഒരു ക്ഷണം തരുന്നത് കാണാൻ പറ്റും. നിങ്ങൾ അവിവേകികളെപ്പോലെ ആകരുത്, വിവേകികളെപ്പോലെ പെരുമാറണം. മത്തായി 10:16 വായിച്ചാൽ, പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരായിരിക്കാം, എന്നാൽ സർപ്പങ്ങളെപ്പോലെ വിവേകികളുമായിരിക്കണം. 1 രാജാക്കന്മാർ 3-ാം അധ്യായം വായിക്കുമ്പോൾ സോളമന് വിവേകമുണ്ടായിരുന്നു, സോളമന് ജ്ഞാനമുണ്ടായിരുന്നു. അളവറ്റ സമ്പത്തും കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ടാണ് അവൻ ആവശ്യപ്പെട്ടത് ജ്ഞാനവും വിവേകവും നൽകുക. അവൻ്റെ അടുത്തേക്ക് 2 വേശ്യകൾ വരുന്നു. അവിടെ വളരെ ബുദ്ധിമുട്ട് ഉളവാക്കുന്ന ഒരു സാഹചര്യം. വിവേകമുണ്ടായിരുന്നുകൊണ്ട് നേരായ രീതിയിൽ അവർ വിധിക്കാൻ പറ്റി. അത് കണ്ടിട്ട്
ജനത്തിന് അവനോട് വലിയ ഭയഭക്തിയും ബഹുമാനവും ഉണ്ടായി എന്നുള്ളത് ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. സങ്കീർത്തനം 14:2 വിവേകമുള്ളവർ ദൈവത്തെ തേടും. ദൈവം വേണ്ട, ദൈവമില്ല എന്നൊക്കെ പറയുന്ന ആരാ? അവിവേകികൾ. വിവേകമുള്ളവർ ദൈവത്തെ തേടും, ദൈവത്തെ കണ്ടെത്തും. സുഭാഷിതങ്ങൾ 9:9 വായിച്ചാൽ വിവേകികൾക്ക് കൂടുതൽ വിവേകികളാകാൻ പറ്റും. അപ്പം നമുക്ക് വിവേകം ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം കൂടുതൽ കൂടുതൽ വിവേകികളാകാൻ. സുഭാഷിതങ്ങൾ 12:18 വിവേകിയുടെ വാക്കുകൾ മുറിവുണക്കും. അവിവേകികളാണെങ്കിൽ അവർ കൂടുതൽ മുറിവുണ്ടാക്കിക്കൊണ്ടിരിക്കും. വിവേകികളുടെ വാക്കുകളാണ് മുറിവുണക്കുക. സുഭാഷിതങ്ങൾ 13:16 വിവേകി ഏത് കാര്യവും ആലോചിച്ചേ ചെയ്യത്തുള്ളൂ. ഈ ആലോചനയില്ലാതെ വീണ്ടും വിചാരമില്ലാതെ ജീവിതത്തിൽ മുന്നേറുന്നത് അവിവേകികളാണ്. സുഭാഷിതങ്ങൾ 14:24 കൂടി എടുക്കുകയാണെങ്കിൽ വിവേകികൾക്ക് ജ്ഞാനം കിരീടമായി മാറും. മറ്റെന്തിനേക്കാൾ രാജാവിൻ്റെ കിരീടം വെക്കുന്നതിനേക്കാൾ എത്രയോ വിശിഷ്ടമാണ് ജ്ഞാനം കിരീടമായി മാറുക. അത് വിവേകികൾക്കുണ്ടാകുന്നതാണ്. സുഭാഷിതങ്ങൾ 15:7 വായിച്ചാൽ വിവേകിയുടെ അധരം അറിവ് പരത്തും, അവിവേകികൾ അന്ധകാരം പരത്തും. വിവേകികളാണ് അറിവ് പരത്തുന്നത്. അവസാനമായിട്ട് സുഭാഷിതങ്ങൾ 15:24 എടുത്താൽ വിവേകിയുടെ വഴി മേലോട്ട് ജീവനിലേക്ക് നയിക്കുന്നതായിരിക്കും. വിവേകികളുടെ വഴി. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു താല്പര്യം വരണം. ഈ വിവേകം എന്ന ആ ഒരു അഭിഷേകം നമുക്ക് ഉണ്ടാകാൻ ഈ ആഗ്രഹത്തോടു കൂടി നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം കേട്ട് അനുഗ്രഹീതരായ നമുക്ക് നാളിതുവരെ ദൈവം ചെയ്തിട്ടുള്ള നന്മകൾ തിരിച്ചറിയാം, അവയ്ക്ക് ദൈവത്തിന് നന്ദി പറയാം. ഒപ്പം ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ നിശബ്ദതയിൽ നമുക്ക് സമർപ്പിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി. കർത്താവേ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെ ലോകം മുഴുവനെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒന്നിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.